വിശാലമായ അർത്ഥത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടായിരിക്കാം വായനയും ഒരുപക്ഷെ രാഷ്ട്രീയേതരമായ വായനയിലാണ് കൂടുതൽ ഞാൻ ശീലിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ളതും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പുസ്തകങ്ങൾ മനുഷ്യനെ നവീകരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ പുസ്തകങ്ങളും നവീകരിക്കുകയാണോ, ചിലവ കൂടുതൽ കുഴപ്പത്തിലാക്കുകയാണോ എന്നുള്ള ചർച്ച നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. നവീകരിക്കപ്പെടുന്ന പുസ്തകങ്ങളുമുണ്ട്, ഒരു വ്യക്തിയെ കൂടുതൽ മനുഷ്യത്വം ഇല്ലാതാക്കുന്ന പുസ്തകങ്ങളും നിർഭാഗ്യവശാൽ സാഹിത്യലോകത്തും അതുപോലെ തന്നെ നമ്മളുടെ ഇടയിലുമെല്ലാം ഉണ്ട്. അത്തരം പുസ്തകങ്ങൾ ഏതാണെന്ന് നിശ്ചയിക്കേണ്ടത് ആ വ്യക്തികൾ തന്നെയാണ്, ഓരോരുത്തരുമാണ് നിശ്ചയിക്കേണ്ടത്. നമുക്ക് കൂടുതൽ മനുഷ്യനാവണോ, അതോ കൂടുതൽ മറ്റു തരത്തിൽ വൈരാഗ്യബുദ്ധിയുള്ള മറ്റു മനുഷ്യരെ നിരന്തരം നശിപ്പിക്കുകയും അവനെ തീർത്തു കളയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാന്താവിലേക്ക് പോകുന്ന ജീവിത രീതി തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ നിരന്തരം നിർദ്ദേശിക്കപ്പെടുന്ന, അതാണ് ജീവിതമെന്ന് വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവിത വിശ്വാസത്തിൻ്റെയോ എല്ലാം ഭാഗത്തേക്ക് പോകണമോ എന്ന് നിശ്ചയിക്കേണ്ടത് ഓരോരോ വായനക്കാരാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായാലും മതമായാലും അതല്ലെങ്കിൽ സാഹിത്യമായാലും തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. നാം എന്ത് വായിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. ഓരോ പുസ്തകങ്ങളും നമ്മളെ നവീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ ഒരു എതിർപ്പിൻ്റെ ഭാഷയിലല്ല, അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഓരോ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ ജീവിതത്തെ കൂടി മാറ്റിമറിക്കാവുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ നിശ്ചയിക്കണം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഈ വായനയെക്കുറിച്ച് എപ്പോഴും സംശയമുള്ളത്, ഞാനതൊരു സംശയമായിട്ട് തന്നെ സ്വരാജിൻ്റെക്കും സീമ ടീച്ചറിൻ്റെക്കും മുന്നിലേക്ക് വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തി എപ്പോഴും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായാലും ഒരു വ്യക്തിയായാലും, ആഴത്തിലുള്ള വായനയാണോ പരന്ന വായനയാണോ അവന് എപ്പോഴും ഗുണകരമാകുന്നത് എന്ന് എനിക്കിപ്പോഴും ഒരു തീരുമാനമെത്താത്ത ഒരു കാര്യമാണ്. പരന്ന വായന ആണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ധാരാളം യുവ സുഹൃത്തുക്കളും എഴുത്തുകാരുമുണ്ട്. കാരണം പരന്ന വായന മാത്രമല്ല, പരന്ന അറിവ്, അത് സ്പോർട്സിനെ കുറിച്ചായാലും മറ്റുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ആയാലും പരന്ന അറിവ് ഒരു മനുഷ്യനെ കൂടുതൽ നല്ല വ്യക്തിയാക്കുന്നു, അല്ലെങ്കിൽ അവനെ കൂടുതൽ ജീവിതം ആസ്വദിക്കുവാൻ സഹായിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. മറിച്ച് ആഴത്തിലുള്ള വായനയാണ് ഒരു വ്യക്തിയെ കൂടുതൽ മനുഷ്യത്വത്തിലേക്ക് എത്തിക്കുന്നതും അവൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതും എന്ന് വിശ്വസിക്കുന്ന ഒരു ചിന്താ പദ്ധതിയുമുണ്ട്. ഇതിലേതാണ് നല്ലതെന്ന് സത്യത്തിൽ അറിയാതെ പകച്ചു നിൽക്കുകയാണ് ഞാൻ. കാരണം പരന്ന വായന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ അറിയുവാൻ പുസ്തകങ്ങൾ മാത്രമല്ല, എഴുതപ്പെടാത്ത പല ചരിത്രങ്ങളിലേക്കും നമ്മൾ ആഴ്ന്നിറങ്ങേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ചരിത്രം എപ്പോഴും ഒരു ആഫ്രിക്കൻ പോർബാണത് പറയുന്നത്, വേട്ടയുടെ ചരിത്രം എപ്പോഴും വേട്ടക്കാരൻ്റേതായിരിക്കും. വേട്ടമൃഗങ്ങൾക്ക് ചരിത്രകാരന്മാർ ഇല്ലാത്തിടത്തോളം കാലം വേട്ടയുടെ ചരിത്രം വേട്ടക്കാരൻ്റെ ചരിത്രമായിരിക്കും. ഇതുവരെ ചരിത്രം എഴുതിയത് വേട്ടക്കാരനെ മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് ആ വേട്ടയുടെ ചരിത്രത്തിന് മറ്റൊരു ആമുഖം കൂടി എഴുതേണ്ടി വരും എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരുന്ന കാലഘട്ടം. അത്തരപ്പോൾ പുസ്തകങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ പുസ്തകങ്ങളുടെ പുറകിലുള്ള ആശയങ്ങളെയും ചരിത്ര സത്യങ്ങളെയും നമ്മൾ ചികഞ്ഞ് പോകേണ്ടി വരുമ്പോൾ ആധുനികമായ എല്ലാ ആശയങ്ങളെയും എല്ലാ ശാസ്ത്രീയമായ കാര്യങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ ചരിത്രം, യഥാർത്ഥ സത്യം, യഥാർത്ഥത്തിൽ നടന്നത് എന്ത് പഠിക്കുക കൂടിയാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഒരു സാമാന്യ വ്യക്തിയുടെ, ചരിത്രമറിയാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ആദ്യത്തെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ആദ്യമായിട്ട് അവർ ചെയ്യേണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള വായനയിലേക്ക് പോകേണ്ട സമയമായി നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ മുന്നിലുള്ള ചരിത്ര പുസ്തകങ്ങളോ അല്ല, യഥാർത്ഥ സത്യത്തിലേക്കും കൂടുതൽ ആഴത്തിലേക്കും വായിക്കണം എന്നുള്ള ഒരു വിശ്വാസത്തിൽ എത്തി നിൽക്കുന്ന ഒരു വായനയുടെ തുടക്കക്കാരൻ മാത്രമാണ് എന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു.